അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് യാത്ര തുടരാണ് കേട്ടോ. അപ്പം നല്ല രസമല്ലേ അങ്ങനെ പോകുമ്പോൾ മല കണ്ടു, അങ്ങനെ മൊത്തം പച്ചപ്പ് കണ്ടിട്ടാണല്ലോ പോകുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മോള് ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ അമ്മോളുടെ 10 വർഷം മുമ്പ് അമ്മോള് ജനിച്ച് ആ ഒരു കാര്യങ്ങളെല്ലാം എല്ലാവരും പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ കാറിൽ. എന്നിട്ട് ഇതൊക്കെ കണ്ട് ഇങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മോള് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ മാമലക്കണ്ടം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അമ്മൂക്ക് ഈ ജീപ്പിൽ കയറി ഇങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അമ്മോള് പറയും. അപ്പം അന്നും ഞാൻ തന്നെയാണ് പറഞ്ഞത്, അങ്ങനെ ഞാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വെറുതെ മാമലക്കണ്ടം പോയിട്ട് അങ്ങനെ തിരിച്ച് വരാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും അമ്മോളുടെ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ എന്താ പറയുക, ജീപ്പിൽ കയറാനും അങ്ങനെ കുറേ സ്ഥലങ്ങൾ പോകാനും ഒക്കെ നമ്മൾ ഈ പ്രാവശ്യം അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങളും എല്ലാം പറഞ്ഞുകൊണ്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമ്മോള് ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാര്യം അമ്മോളുടെ അടുത്ത് നേരത്തെ നമ്മളിതൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പോകുന്തോറുമാണ് നമ്മൾ പറയുന്നത് ഇങ്ങനെയൊക്കെ നമ്മൾ അമ്മോള് ജീപ്പിൽ കയറുന്നുണ്ട്, പല പല സ്ഥലങ്ങളിലും പോകുന്നുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ആ ജീപ്പിൽ കയറുന്ന സംഭവങ്ങളൊക്കെ അപ്പോൾ അമ്മോള് ഭയങ്കരമായിട്ട് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും. അപ്പോൾ അമ്മോള് ചോദിക്കുന്നുണ്ട്, ഇത് നമ്മൾ മാമലക്കണ്ടം പോയ വഴിയാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, അതെ നമ്മൾ മാമലക്കണ്ടം ഇങ്ങനെയാണല്ലോ പോണത്, അപ്പോൾ നമ്മൾ ഇത് പുതിയ സ്ഥലത്തേക്കാണ് പോണതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അമ്മോൾക്ക് ഇങ്ങനെ വെള്ളത്തിലിറങ്ങി കളിക്കാനും അങ്ങനെയൊക്കെ കഴിഞ്ഞ പ്രാവശ്യവും ആഗ്രഹം പറഞ്ഞപ്പോൾ അങ്ങനെ പോയതാണ്. പക്ഷേ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യം അവിടെ അങ്ങനെ അധികം വെള്ളമുള്ള സ്ഥലങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റിയില്ല കേട്ടോ. ചെറുതായിട്ടൊക്കെ നമുക്ക് വെള്ളത്തിലിറങ്ങണം, അവിടെ കുളിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അന്നും പോയത്. പക്ഷെ അങ്ങനെയൊന്നും അധികം കാണാനൊന്നും പറ്റിയില്ല. പിന്നെ സ്കൂളിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോഴും അവിടെ ജീപ്പൊക്കെ കണ്ടപ്പോൾ അവർ നമ്മളെ വിളിക്കുമല്ലോ, ഇങ്ങനെ അതിൽ കയറാൻ നമുക്കങ്ങനെ ഇത് ട്രക്കിങ് നടത്താം അങ്ങനെയൊക്കെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. എനിക്കതിനെപ്പറ്റി കൂടുതലൊന്നും അറിയില്ല, ഞാൻ ഇതുവരെ പോയിട്ടുമില്ല. അപ്പം അന്ന് എനിക്ക് വയ്യ, തലവേദന എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇത്രയും മതിയെന്ന് പറഞ്ഞിട്ട് അന്നും ഇത് സ്റ്റോപ്പ് ചെയ്ത് ഞാൻ ഇങ്ങോട്ട് പോകുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ പ്രാവശ്യം ഞാനും കൂടിയാണ് പറഞ്ഞത്, എന്തായാലും ഈ പ്രാവശ്യം അങ്ങനെയൊക്കെ പോയിട്ട് അമ്മോൾക്കൊരു സർപ്രൈസ് കൊടുക്കണം. സർപ്രൈസായിട്ട് തന്നെ അവിടെ കൊണ്ടുപോയിട്ട് ജീപ്പിൽ കയറ്റിയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ വെള്ളത്തിലിറങ്ങാനും കൊണ്ടുപോകണം, അങ്ങനെ പല പല കാര്യങ്ങളുണ്ടാവുമല്ലോ, അതിനൊക്കെ കൊണ്ടുപോകണമെന്ന് ഞാനും കൂടിയാണ് പറഞ്ഞത് കേട്ടോ ഈ പ്രാവശ്യം. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു ഹോം സ്റ്റേ ആ ഒരു ഇതിലാണ് നമ്മൾ എടുത്തിരിക്കണത്. അപ്പോൾ നമുക്കവിടെ സ്റ്റേയേക്കാളും ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുത്തിരിക്കണത് ജീപ്പിൽ അമ്മോൾക്ക് കുറേ സ്ഥലങ്ങൾ സൈറ്റ് സീയിങ്ങും അതുപോലെ ടൈഗർ കേവ് ട്രക്കിങ്, അങ്ങനെ പിന്നെ അമ്മോൾക്ക് വാട്ടർഫോൾ ബാത്ത് അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെയാണ് കേട്ടോ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പോയിട്ട് നമ്മളവിടെ ഒന്ന് ഫ്രഷായി നമ്മൾ അങ്ങനെ തന്നെ ഇറങ്ങാമെന്നാണ് കേട്ടോ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോഴും. പിന്നെ തേയിലത്തോട്ടങ്ങളുടെ ഇടയ്ക്ക് കൂടിയൊക്കെ പോകുന്നുണ്ട്. ഇതും കാണാൻ നല്ല ബ്യൂട്ടിഫുള്ളാണ്. എനിക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളിലൂടെയൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ പോകുമ്പോൾ എനിക്ക് വരുന്ന കുറച്ച് യാത്രയിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അതെനിക്ക് അപ്പോഴും ഉണ്ട് കേട്ടോ. പക്ഷെ ഞാനതൊന്നും കാര്യമാക്കാണ്ട് വീഡിയോ ഒക്കെ എടുക്കാറുണ്ട്. വീഡിയോ എടുക്കാൻ പറയുമ്പോൾ എല്ലാവർക്കും കുറച്ച് മടിയാണ് കേട്ടോ എടുത്ത് തരാനൊക്കെ. അപ്പം ഞാൻ തന്നെ എടുത്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതുകൊണ്ടുള്ള ആ ഒരു ചെറിയ മടി മാത്രമേ ഉള്ളൂ. അപ്പം അമ്മോൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറയാണ്, എങ്ങനെ ചായപ്പൊടി എങ്ങനെ ഉണ്ടാക്കും ഇതൊക്കെ അമ്മോൾക്ക് ഇങ്ങനെ ചെറുതായിട്ടൊക്കെ അറിയാൻ പറ്റുമല്ലോ ഓരോ കാര്യങ്ങളൊക്കെ. അതിനെപ്പറ്റിയൊക്കെ അമ്മോളിങ്ങനെ ഇരുന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നാലും ഇതിൽ കൂടെ പോകുമ്പോൾ ഉള്ള ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. എനിക്ക് നല്ല ഇഷ്ടമാണ്. പണ്ട് ഇതുപോലെ മൂന്നാർ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ പണ്ട് നേരത്തെ പോയിരിക്കണതാണ്. ആ സമയത്താണ് ഇതൊക്കെ കണ്ടിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇപ്പോൾ വീണ്ടും കാണുമ്പോഴും അത് നല്ല രസമാണ്.
അങ്ങനെ നമ്മളിതാ ജീപ്പിൽ കയറിയേക്കണം. ഞാനും ഫസ്റ്റ് ടൈമാണ്, അമ്മോളും ഫസ്റ്റ് ടൈമാണ് കേട്ടോ ജീപ്പിൽ കയറിയിരിക്കുന്നത്.